തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രികകൾ പിൻവലിക്കാം. സംസ്ഥാനത്ത് ഇതുവരെ സമർപ്പിക്കപ്പെട്ടത് 154 പത്രികകളാണ്. സംസ്ഥാനത്തെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറക്കിവിട്ടാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞ മാസം 28-ന് ആരംഭിച്ചത്. ഇന്നിപ്പോൾ ആ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് പത്രികാ സമർപ്പണം ഇന്ന് 3 മണിയോടെ അവസാനിക്കുന്നത്. നാളെയാണ് സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയായി ജില്ലാ വരണാധികാരിയാണ് സ്ഥാനാർത്ഥികളിൽ നിന്നും പത്രികകൾ സ്വീകരിച്ചത്. ഇതുവരെ ആകെ സമർപ്പിച്ച പത്രികകളുടെ എണ്ണം 154 കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് സമർപ്പിച്ചത് 41 പത്രികകളും. ഇത്തവണ 2,60,00,000-ഓളം വോട്ടർമാരാകും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഏപ്രിൽ 23-നാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. വോട്ടെണ്ണൽ മെയ് 23-നും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട് UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ കോഴിക്കോട് എത്തിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇരുവരും വിമാനമിറങ്ങിയത്. BJP തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിലെന്ന് ഇംഗ്ലീഷ് ദിനപത്രം. 2004-ന് സമാനമായ പരാജയം പാർട്ടി നേരിടേണ്ടി വരുമെന്നും NDA ഘടകകക്ഷികളും BJPയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ട്. അമിത പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട 2004-ലെ വാജ്പേയി സർക്കാർ പരാജയപ്പെട്ടതിന് സമാനമായ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെന്നും തെരഞ്ഞെടുപ്പ് വിദഗ്ധർ വിലയിരുത്തുന്നു. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ 2004-ൽ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ രാജ്യത്ത് BJP ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. പ്രതിപക്ഷ അനൈക്യവും വാജ്പേയിയുടെ ജനപ്രീതിയും വോട്ട് നേടിത്തരുമെന്ന് BJP കേന്ദ്രങ്ങൾ കരുതി. അന്തരിച്ച BJP നേതാവ് പ്രമോദ് മഹാജന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രചാരണ തന്ത്രങ്ങളും സജീവമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇടതു പാർട്ടികൾ ശക്തി തെളിയിച്ചു. ഒന്നാം UPA സർക്കാർ അധികാരത്തിലെത്തി. നീണ്ട 10 വർഷം BJP അധികാരത്തിന് പുറത്തായി. സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കാവി പാർട്ടി നേരിടുന്നതെന്ന് ഇംഗ്ലീഷ് ദിനപത്രമായ ഹിന്ദുസ്ഥാൻ ടൈംസ് വിലയിരുത്തുന്നു. 2004-ൽ സംഭവിച്ചതുപോലെ പരാജയം BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. ഭരണവിരുദ്ധ വികാരമാണ് പ്രധാനം. അമിതമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് മോദി വിജയിച്ചതെന്ന തിരിച്ചറിവ് വോട്ടർമാർക്കിടയിലുണ്ട്. RSS BJP ബന്ധം പഴയതുപോലെ ശക്തമല്ല. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങി രാമജന്മഭൂമി പ്രക്ഷോഭകരെ മുഴുവൻ മോദി അമിത്ഷാ വിഭാഗം സീറ്റ് നൽകാതെ ഒതുക്കിയതിൽ RSS തലവൻ മോഹൻ ഭഗവതിനു പോലും എതിർപ്പുണ്ട്. മുന്നറിയിപ്പ് പോലും നൽകാതെ നേതാക്കളെ ഒഴിവാക്കിയത് ശരിയല്ലെന്ന് മോഹൻ ഭഗവത് BJP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം RSS പ്രചാരണത്തിൽ ഏകീകരണമില്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നോട്ട് നിരോധനം, GST തുടങ്ങിയ മോദിയുടെ നയങ്ങൾ തിരിച്ചടി നൽകിയെന്ന് 2018-ലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരായ വൻ ചലനമുണ്ടാക്കും. NDA വിപുലീകരിക്കാനും BJPക്ക് കഴിഞ്ഞിട്ടില്ല. ബീഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി സീറ്റ് വിട്ടു നൽകേണ്ടി വന്നു. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സാന്നിധ്യം ഇപ്പോഴും ശുഷ്കമാണ് എന്നതും പ്രതിസന്ധിയുണ്ടാക്കുന്നു. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നായി 2004-ൽ 129 സീറ്റിൽ 109 സീറ്റ് UPAക്ക് ലഭിച്ചു. 2019-ലും പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 110 സീറ്റ് ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രതിപക്ഷത്തിന് ലഭിച്ചാൽ BJP അംഗബലം പാർലമെന്റിൽ വീണ്ടും കുറയും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. 5 കോടി കോഴ ആവശ്യപ്പെട്ട കോഴിക്കോട് MPയും UDF സ്ഥാനാർത്ഥിയുമായ NK രാഘവൻ MP ഒളിക്യാമറയിൽ കുടുങ്ങി. രാഘവൻ കോഴ ആവശ്യപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കോഴിക്കോട് ഹോട്ടൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഭൂമി ഇടപാടിലാണ് കോഴ ആവശ്യപ്പെട്ടത്. ദില്ലി ആസ്ഥാനമായ കോർപ്ടാക്സ് കൺസൾട്ടൻസിയുടെ പ്രതിനിധികൾ എന്ന പേരിലാണ് ദേശീയ മാധ്യമമായ TV9 ഭാരതവർഷ ചാനലിന്റെ പ്രതിനിധികൾ MK രാഘവനെ കണ്ടത്. കോഴിക്കോട് ഹോട്ടൽ സമുച്ചയം ആരംഭിക്കാൻ സഹായം വേണമെന്നായിരുന്നു ആവശ്യം. സമ്മതമറിയിച്ച രാഘവൻ പ്രതിഫലമായി ചോദിച്ചത് 5 കോടി രൂപ. ഈ തുക ദില്ലിയിലുള്ള തന്റെ സെക്രട്ടറിയുടെ കൈവശം പണമായി തന്നെ എത്തിക്കണമെന്നും MK രാഘവൻ ആവശ്യപ്പെട്ടു. We will provide you around 5 CR. ठीक है ना? Yeah. ठीक है. So you told us that one of your secretaries is there, na, in Delhi. Yeah. They will talk to you. Yeah, you discuss with one secretary. Okay. Down the number. You discuss with him. Okay, he's coming, na? Okay.
തെരഞ്ഞെടുപ്പിന് 20 കോടിയിലധികം രൂപ ചെലവ് വരുമെന്നും ഒളിക്യാമറയിൽ രാഘവൻ പറയുന്നുണ്ട്. പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി മദ്യം നൽകാറുണ്ടെന്നും അതിനും തുക വകയിരുത്തിയിട്ടുണ്ടെന്നും രാഘവൻ പറഞ്ഞു. Voting day. Okay. That day. You provided wine for public. No. We will not supply. Okay. Local workers will manage. Local workers will manage. Okay. You pay money. Our local people will give. Okay. I mean, there is a committee. Do you provide cash and money and then they? Okay. And other expenses, main expenses, and how many expenses in your cars and really? See, we will not provide this thing because local people will. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ ഹൈക്കമാൻഡ് നൽകിയതായും രാഘവൻ ഒളിക്യാമറയിൽ വെളിപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹോട്ടൽ ഇടപാടിൽ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട MK രാഘവനെതിരെ കോഴിക്കോട് വ്യാപക പ്രതിഷേധം. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ. രാഘവനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. അതേസമയം ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് MK രാഘവൻ പ്രതികരിച്ചു. വൻകിട ഹോട്ടൽ ഇടപാടിൽ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്നതിനിടെ ഒളിക്യാമറയിൽ കുടുങ്ങിയ MK രാഘവനെതിരെ വ്യാപക പ്രതിഷേധം. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. MK രാഘവൻ MP ആയിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഘവൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ മണ്ഡലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അതേസമയം തനിക്കെതിരെയുള്ള വീഡിയോ കെട്ടിച്ചമച്ചതാണെന്ന വാദവുമായി MK രാഘവൻ രംഗത്തെത്തി. അത് എഡിറ്റ് ചെയ്താണ്, കൃത്രിമത്വമായി കാണിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവം വ്യക്തിഹത്യ നടത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അന്ന് സ്ഥാനാർത്ഥിത്വം വിടുകയും എൻ്റെ പബ്ലിക് ലൈഫിനെ അവസാനിക്കും. ഇത് വളരെ ബോധപൂർവം തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭം കണക്കാക്കി ചെയ്തിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അത് നേരിടാൻ എനിക്കറിയാം. ഞാൻ നിയമമാർഗം ഉപയോഗിക്കും, എല്ലാ മാർഗവും ഞാൻ ഉപയോഗിക്കും. രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്ന രാഷ്ട്രീയം ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അതേസമയം MK രാഘവൻ MP സ്ഥാനം രാജിവെക്കണമെന്നും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഒരു വ്യവസായ സംഘവുമായി ചർച്ച നടത്തി വലിയ ഒരു തുക തട്ടിയെടുക്കാൻ രാഘവൻ നടത്തിയ പരിശ്രമം അങ്ങേയറ്റം ഹീനമാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ രാജ്യത്തെ കൊള്ളയടിക്കുന്ന, രാജ്യത്ത് അഴിമതി നടത്തുന്ന ആ പാരമ്പര്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി ഒരു നിമിഷവും MP സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം ഉടൻ തന്നെ പാർലമെന്റ് മെമ്പർ സ്ഥാനം രാജിവെക്കണം. കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം. രാഘവന്റെ പേരിൽ ഉചിതമായ സംഘടനാ അച്ചടക്ക നടപടി സ്വീകരിക്കണം. തിരുവനന്തപുരം നാഷണൽ ക്ലബ്ബിൽ പണം വെച്ചുള്ള ചീട്ടുകളിയും വാതുവെപ്പും നടത്തിയതിന് ശശി തരൂരിന്റെ ഗൺമാൻ വിനോദ് കുമാർ ഉൾപ്പെടെ 38 പേരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. റെയ്ഡിനിടെ കണക്കിൽപ്പെടാത്ത രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം നാഷണൽ ക്ലബ്ബിൽ പണം വെച്ചുള്ള ചീട്ടുകളിയും വാതുവെപ്പും നടത്തിയതിനാണ് ശശി തരൂർ MPയുടെ ഗൺമാൻ വിനോദ് കുമാർ ഉൾപ്പെടെ 38 പേരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റെയ്ഡിനിടെ കണക്കിൽപ്പെടാത്ത രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് പുറകിലുള്ള നാഷണൽ ക്ലബ്ബിൽ ഷാഡോ പോലീസാണ് റെയ്ഡ് നടത്തിയത്. കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. നാളുകളായി ഇവിടെ പണം വെച്ചുള്ള ചീട്ടുകളി നടക്കുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. ബാർ ലൈസൻസ് മാത്രമുള്ള ക്ലബ്ബിൽ പണം വെച്ചുള്ള ചീട്ടുകളിയും വാതുവെപ്പും നടത്തിയെന്ന കുറ്റമാണ് പോലീസ് പിടിയിലായവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. റെയ്ഡുകൾ വ്യാപകമായി തുടരുമെന്ന് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൊതുവേദിയിൽ സഭ്യമല്ലാത്ത പദപ്രയോഗവുമായി തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. 15 ലക്ഷം എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തുമെന്ന മോദിയുടെ വാഗ്ദാനം ന്യായീകരിക്കുന്നതിനാണ് സുരേഷ് ഗോപി രോഷാകുലനായത്. എ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപി MPയുടെ സഭ്യമല്ലാത്ത പ്രതികരണം.
ഇന്ത്യൻ പൗരൻ ഓരോരുത്തരുടെയും പേരിൽ 15 ലക്ഷം രൂപ വരെ വെച്ച് പങ്കുവെച്ച് കൊണ്ടുവന്ന് വിടാനുള്ള പണമുണ്ടത് എന്ന് പറഞ്ഞതിന് മോദി ഇപ്പൊ തന്നെ ആ കറവ പശുവിന്റെ നടുവിലേക്ക് തണുത്ത വെള്ളം കോരി ഒഴിച്ച് ചൊരത്തി കറന്ന് അങ്ങ് ഒഴുക്കി അണ്ണാക്കിൽ കൊണ്ട് തള്ളിത്തരുമെന്നാണോ അതിന്റെ അർത്ഥം? ഇത് ഈ ഭാഷയിലെ സംസാരിക്കാൻ പറ്റും. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പൊതുവേദിയിലായിരുന്നു സുരേഷ് ഗോപി എംപിയുടെ സഭ്യമല്ലാത്ത പദപ്രയോഗമടങ്ങുന്ന വിവാദ പരാമർശം. 15 ലക്ഷം എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം ന്യായീകരിക്കുന്നതിനിടയിലായിരുന്നു സുരേഷ് ഗോപി എംപി ശോഭിച്ചതും തുടർന്ന് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത പരാമർശം നടത്തിയതും. NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയുടെ പരാമർശം വിവാദമായതോടുകൂടി വൻ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. സ്വയം കള്ളൻ എന്ന് വിളിച്ച് അഭിമാനിക്കുന്ന പ്രധാനമന്ത്രിയും ശിങ്കടികളും ഇന്ത്യയെ കൊള്ളയടിക്കുകയാണെന്ന് VS അച്യുതാനന്ദൻ. കൊല്ലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ വിജയത്തിനായി കടക്കലിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗത്തിനെത്തിയ ജനസഞ്ചയം കടക്കലിൽ ആവേശത്തിന്റെ അലകടൽ തീർത്തു. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ 27 കുറ്റവാളികൾക്ക് സുരക്ഷിതമായ രാജ്യം വിടാൻ മോഡി കാവൽ നിന്നു. ദളിതരെ തല്ലിക്കൊല്ലുന്നവർക്കും ഇതര മതസ്ഥരെ ചുട്ടുകൊല്ലുന്നവർക്കും അദ്ദേഹം കാവൽ നിൽക്കുകയാണ്. ഉലകം ചുറ്റുന്ന വാലിബന് ഇന്ത്യയിലെ കർഷക ആത്മഹത്യകൾ കാണാൻ കഴിയുന്നില്ല. നോട്ട് നിരോധിച്ചും GST കൊണ്ടുവന്നും ജനതയുടെ നട്ടലൊടിക്കുന്നത് കാണുന്നതേയില്ല. സംഘപരിവാർ ശക്തികളെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതിയും ദുഷിച്ച സാമ്പത്തിക നയങ്ങളുമായിരുന്നു. അഴിമതിയുടെ ചെളിക്കുണ്ടിലായിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാർ. കൽക്കരി കുംഭകോണം, സ്പെക്ട്രം അഴിമതി, ആദർശ ഫ്ളാറ്റ് കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്നിങ്ങനെ അഴിമതിയുടെ ഘോഷയാത്രയാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നതെന്ന് VS ഓർമ്മപ്പെടുത്തി. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് കേന്ദ്രം ഭരിച്ചിരുന്നത്. അഴിമതിയുടെ ചെളിക്കുട്ടിലാഴ്ത്തിയിരുന്ന അന്നത്തെ കേന്ദ്ര സർക്കാർ കൽക്കരി കുംഭകോണം, സ്പെക്ട്രം അഴിമതി, ആദർശ ഫ്ലാറ്റ് കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്നിങ്ങനെ അഴിമതിയുടെ ഘോഷയാത്രയാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നത്. അധികാരത്തിലെത്തിയാൽ സ്വിസ് ബാങ്കിലെ കള്ളപ്പണം പിടിച്ചെടുത്ത് 15 ലക്ഷം രൂപ വീതം ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്നും പെട്രോളിന്റെ വില 50 രൂപയിൽ പിടിച്ചു നിർത്തുമെന്നും ഓരോ വർഷവും 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു വാഗ്ദാനങ്ങൾ. വാഗ്ദാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഗുണ്ടായിരുന്നു എന്നാണ് കേരളത്തിലെ BJP അധ്യക്ഷൻ പരസ്യമായി പറഞ്ഞത്. BJPക്ക് കൊള്ളയടിക്കാൻ ലൈസൻസ് നൽകുന്നത് RSS ആണ്. അവർക്ക് ഒരാവശ്യമേ ഉള്ളൂ, ഇന്ത്യയെ ഹിന്ദു സവർണാധിപത്യ രാഷ്ട്രമാക്കണം. VS കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വർഗീയതയിലും അഴിമതിയിലും BJPയും കോൺഗ്രസും സമന്മാരാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. 2014 കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധി ഇത്തവണയും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചാരണാർത്ഥമുള്ള പൊതുയോഗം ഉപ്പുതറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സ്വീകരിക്കുന്നത് തീവ്ര വർഗീയതയാണ് എങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് മൃദുവർഗീയതയാണ്. BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കും പാവപ്പെട്ടവർക്കുമെതിരെ ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് അരങ്ങേറുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾ ഇരുവിഭാഗത്തിനും ഒരേ നിലപാടാണ്. ഗോവധ നിരോധനം നടപ്പാക്കിയതിന്റെ ക്രെഡിറ്റിനായി മത്സരിക്കുകയാണ് ഇരു പാർട്ടികളെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. RSS നിയന്ത്രിക്കുന്ന BJPയെ, അവരുടെ വർഗീയതയെ പൂർണ്ണമായി തുറന്നു കാണിച്ച് എതിർക്കാൻ കഴിയാതെ RSSന്റെ ഭീകരവർഗീയതയെ കുറച്ച് വീര്യം കുറഞ്ഞ കോൺഗ്രസ് വർഗീയത കൊണ്ട് നേരിടാം എന്ന് ധരിച്ചു വശായിരിക്കുന്ന ഈ രാഹുൽ ഗാന്ധി എന്ന യുവാവും കൂട്ടരും അടങ്ങുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലായ്മയ്ക്കുള്ള ഒരു ശിക്ഷ ചെവിക്കുപിടി കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളാണ് നൽകേണ്ടത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത പാർലമെന്റ് അംഗം ശ്രീ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഈ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുള്ള അംഗീകാരമായി കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാം അണിനിരക്കണം. ചടങ്ങിൽ ES ബിജിമോൾ MLA ഉൾപ്പെടെ ഇടതു നേതാക്കൾ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുന്നണി സ്ഥാനാർത്ഥികൾ അംഗം കുറിച്ചതോടെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനാണ്. തുടർന്ന് NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറിന്റെ ഊഴമായിരുന്നു. ഒടുവിൽ പത്രിക സമർപ്പിച്ചത് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹനൊപ്പം ഡമ്മി സ്ഥാനാർത്ഥിയായി ആരും പത്രിക നൽകിയില്ല. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വനിതാ പ്രിസൈഡിംഗ് ഓഫീസർമാരെ നിയമിച്ചത് LDFന് അനുകൂലമായി കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം വിവാദമായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം ഉണ്ണിത്താൻ നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റ കാര്യത്തിലെ വലിയ പ്രതീക്ഷയുള്ളത്, കള്ളവോട്ടുകളുടെ കാര്യത്തിൽ. അത് ഫലപ്രദമായി ചെയ്യാൻ ഈ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ബൂത്തുകളിലും പ്രിസൈഡിംഗ് ഓഫീസർമാരായി പെണ്ണുങ്ങളെ എത്തിയിരിക്കുന്നത്. അത് തന്നെ ആണത്വമില്ലാത്തതിന്റെ ഒരു തെളിവാണ്, പൗരുഷമില്ലായ്മയുടെ തെളിവാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, എല്ലാ തവണത്തെയും പോലെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ സ്ത്രീകളെ മാറ്റി പുരുഷന്മാരാക്കാൻ ഇവർക്ക് ചങ്കൂറ്റമുണ്ടോ, തന്റെ ഇടമുണ്ടോ? മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അണിനിരന്നതോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ മണ്ഡലത്തിൽ 4ാം വട്ട പര്യടനത്തിലാണ്. ഇന്നലെ അദ്ദേഹം കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറും പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോസ്റ്റർ കീറിയ BJP പ്രവർത്തകനെ കൊണ്ട് നാട് മുഴുവൻ ഇടതുമുന്നണി നേതാക്കൾ പോസ്റ്റർ ഒട്ടിച്ചു. കൊട്ടാരക്കര തേവലപ്പുറത്താണ് സംഭവം. അരീക്കൽ ഭാഗത്ത് കച്ചവടം നടത്തുന്ന ആലിൻ കുന്നിൻപുറം സ്വദേശി സത്യദാസ് കടയടച്ച് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പോസ്റ്റർ കീറിയത്. റോഡരികിൽ മതിലിൽ ഒട്ടിച്ചിരുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ പോസ്റ്ററുകളാണ് നശിപ്പിച്ചത്. ടോർച്ചടിച്ച് ആദ്യം പോസ്റ്റർ ആരുടേതെന്ന് വിലയിരുത്തി. പിന്നെ ചുറ്റും കണ്ണോടിച്ച് ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കി സത്യദാസ് പോസ്റ്ററുകൾ കീറിക്കളഞ്ഞ ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ നടന്ന് വീട്ടിലേക്ക് പോയി. എന്നാൽ രാവിലെ സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പോസ്റ്റർ കീറിയ ആളെ മനസ്സിലാക്കിയത്. BJP പ്രവർത്തകനായ സത്യദാസിനോട് വഴക്കുണ്ടാക്കാൻ ഇടതുമുന്നണി പ്രവർത്തകർ തയ്യാറായില്ല. പകരം 150 പോസ്റ്റർ നൽകി നാട് മുഴുക്കെ ഒട്ടിക്കാൻ നിർദ്ദേശിച്ചു. സംഗതി വിഷയമാക്കേണ്ടെന്ന് കരുതി സത്യദാസ് പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഫഹദ് ഫാസിലിന്റെ സിനിമാ ലൊക്കേഷനിലെത്തിയ എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി P രാജീവിന് ലഭിച്ചത് ഹൃദ്യമായ വരവേൽപ്പ്. ഫഹദ് ഫാസിലിന് പുറമെ രാജീവിന്റെ സുഹൃത്തുക്കളും ചലച്ചിത്ര പ്രവർത്തകരുമായ അൻവർ റഷീദ്, അമൽ നീരദ് എന്നിവർ ചേർന്നാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. സുഹൃത്തുക്കൾ ഉച്ചഭക്ഷണം കഴിച്ച ശേഷമാണ് രാജീവ് ലൊക്കേഷനിൽ നിന്ന് മടങ്ങിയത്. കലൂർ AJ ഹാളിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ട്രാൻസ് സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് തന്റെ സുഹൃത്തുക്കളെ കാണാനായി പ്രചാരണ തിരക്കിനിടെ P രാജീവ് എത്തിയത്. സിനിമയിലെ നായകൻ ഫഹദ് ഫാസിലും സംവിധായകൻ അൻവർ റഷീദും ഛായാഗ്രാഹകൻ അമൽ നീരദും ചേർന്ന് രാജീവിനെ സ്വീകരിച്ചു. മൂവർക്കുമൊപ്പം ഫഹദിന്റെ ഭാര്യയും നടിയുമായ നസ്രിയയും ഉണ്ടായിരുന്നു. തുടർന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം. പിന്നീട് രാജീവിനെ യാത്രയാക്കുന്നതിന് മുൻപ് എല്ലാവരുടെയും വക സ്ഥാനാർത്ഥിക്ക് വിജയാശംസ. ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാ ആശംസകളും. കുറച്ചാളായിട്ടുള്ള സൗഹൃദമാണ്, സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. സുഹൃത്തുക്കളെ കണ്ട സന്തോഷം രാജീവ് പങ്കുവെക്കുന്നതിനിടെ അമൽ നീരദിന്റെ കമന്റ് ഇങ്ങനെ: അദ്ദേഹത്തിന് കല്യാണം നടന്നതുമൊക്കെ ഇവിടെ തന്നെ ഈ ഹോട്ടലാണ്, AJ ഹാളിലാണ് എന്റെ വിവാഹം നടന്നത്. അപ്പൊ ഇവിടെ ഇവരെല്ലാവരും ഉള്ളപ്പോ ഇവിടുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പ്രത്യേക സുഖമുണ്ടല്ലോ. കുടുംബാംഗങ്ങളോട് തന്റെ അന്വേഷണം പറയണമെന്നായിരുന്നു യാത്ര പറഞ്ഞിറങ്ങവേ രാജീവിനോട് നസ്രിയയ്ക്ക് പറയാനുണ്ടായിരുന്നത്. 1 മണിക്കൂറോളം സുഹൃത്തുക്കൾക്കൊപ്പം ചെലവിട്ട ശേഷമാണ് രാജീവ് ലൊക്കേഷനിൽ നിന്ന് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടവേള. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാജചിത്ര പ്രചരണവുമായി എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം. പ്രസിദ്ധമായ ടൈം മാസികയുടെ കവറിൽ കണ്ണന്താനത്തിന്റെ ചിത്രം കൂട്ടിച്ചേർത്താണ് പ്രചാരണം. പ്രളയം സംബന്ധിച്ച് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആക്ഷേപം ഉയരുന്നു. കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ് തെരഞ്ഞെടുപ്പ് കാലത്ത് റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് സംശയത്തിന് ഇടയാക്കുന്നത്. സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന കേന്ദ്ര ജല കമ്മീഷന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമാണ് ഈ രംഗത്ത് യാതൊരു വൈദഗ്ധ്യവുമില്ലാത്ത അഭിഭാഷകന്റെ റിപ്പോർട്ട്.
കേരള ജനത ഒരേ മനസ്സോടെ അതിജീവിച്ച മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. അമിക്കസ് ക്യൂറിയായ അഡ്വക്കേറ്റ് ജേക്കബ് അലക്സിന് കോൺഗ്രസുമായുള്ള അടുത്ത ബന്ധമാണ് സംശയത്തിന് ഇടയാക്കുന്നത്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ്. ചെങ്ങന്നൂർ സ്വദേശിയായ അഭിഭാഷകൻ ഡാം മാനേജ്മെന്റ് വിദഗ്ധനോ കാലാവസ്ഥ വിദഗ്ധനോ അല്ല. ഈ വിഷയത്തിൽ ഇദ്ദേഹം യാതൊരു പഠനവും നടത്തിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് പകർപ്പ് നൽകിയതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സർക്കാരിനെതിരെ പ്രചരണ ആയുധമാക്കി വിഷയം മാറ്റുകയും ചെയ്തു. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ചർച്ചാ വിഷയമാകുമ്പോൾ പ്രളയത്തിന് ശേഷം സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന കേന്ദ്ര ജല കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടും പരിശോധിക്കേണ്ടതുണ്ട്. തുടർച്ചയായി ഉണ്ടായ അതിവർഷമാണ് പ്രളയ കാരണമെന്ന് ഡേറ്റകളുടെയും വസ്തുതകളുടെയും സഹായത്തോടെയാണ് കമ്മീഷൻ വിശദീകരിച്ചത്. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന വിചിത്രവാദത്തെ നിശിതമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഡാമുകൾ നേരത്തെ തുറക്കാതിരുന്നതാണ് പ്രളയ കാരണമെന്ന വാദത്തെയും സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന റിപ്പോർട്ട് തള്ളിക്കളയുന്നു. ടെക്നിക്കൽ കമ്മിറ്റിയും പഠനം നടത്തിയിരുന്നു. IIT മദ്രാസും പർഡ്യൂ യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ പഠനത്തിലും പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ വരെ പ്രളയം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് അമിക്കസ് ക്യൂറി ഒരേ സമയം മാധ്യമങ്ങൾക്ക് നൽകിയതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.